വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം. പ്രിയപ്പെട്ട മക്കൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഇന്ന് ജനൻ ടി വിയും മലബാർ ഗോൾഡും അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പാറമേക്കാ സ്കൂളും എല്ലാവരും ചേർന്ന് ഇങ്ങനൊരു പരിപാടി, മയക്കുമരുന്നിനെതിരെ ഉള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ഇവരെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഇന്ന് നമ്മൾ കേരളത്തിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു ആപത്ത് എന്ന് പറയുന്നത് ഈ മയക്കുമരുന്നാണ്, ഒരു ലഹരി. ഇത് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇന്ന് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതൊരു പ്രശ്നമായിരിക്കുകയാണ്. ആദ്യം തുടങ്ങിയത് പഞ്ചാബിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ജനങ്ങളുള്ള ഒരു സ്റ്റേറ്റായി പഞ്ചാബ് മാറുകയുണ്ടായി. അതിൻ്റെ പിന്നിൽ നമുക്കറിയാം പ്രവർത്തിക്കുന്നത് പാകിസ്ഥാനാണെന്ന് നമുക്കറിയാം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം തന്നെ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന്, കഞ്ചാവ് പോലുള്ള മയക്കുമരുന്നുകളാണ് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ രാജ്യം 2047 ആകുമ്പോഴേക്കും ഒരു വികസിത രാഷ്ട്രം ആയി തീരണമെന്നാണ് നമ്മളുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറയുന്നത്. അദ്ദേഹം അത് പറയുന്നത് എന്നെപ്പോലുള്ള വ്യക്തികളെ നോക്കിയിട്ടല്ല, നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളെ നോക്കിയിട്ടാണ് പറയുന്നത്. ഈ രാഷ്ട്രം 2047 ആകുമ്പോൾ വികസിത രാഷ്ട്രമാകുമെന്നുള്ളത്. ഇത് ലോകത്തിലെ ഇൻ്റർനാഷണൽ അജണ്ട തയ്യാറാക്കുന്ന എല്ലാവർക്കും, ഇന്ത്യയെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളുടെ ബൗദ്ധിക ക്ഷമത, നമ്മളുടെ ചെറുപ്പക്കാരുടെ ബൗദ്ധിക ക്ഷമത എത്രത്തോളം വലുതാണ് എന്ന് ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ് ഇന്നുള്ളത്. കാരണം ലോകത്തിലെ എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ ഭാരതീയരായിട്ടുള്ള ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ അതിനെ തകർക്കുക. ആദ്യം ബ്രിട്ടീഷുകാർ ശ്രമിച്ചത് നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്തെ തകർത്തുകൊണ്ട് നമ്മളുടെ സാംസ്കാരികമായിട്ടുള്ള ശക്തി, അടിത്തറയെ തകർക്കുക എന്നുള്ളതായിരുന്നു. ഇന്ന് നമ്മളുടെ ചെറുപ്പക്കാരുടെ ബൗദ്ധിക ക്ഷമതയെ തകർക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇത് ഇൻ്റർനാഷണൽ അജണ്ടയാണ്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ ബൗദ്ധിക ക്ഷമത നശിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ രാഷ്ട്രം നശിക്കും. അതിന് ഏറ്റവും നല്ല മാർഗം നമ്മളുടെ കുട്ടികളെ മയക്കുമരുന്നിന് അടിമകളാക്കുക എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിൽ എവിടെ നോക്കിയാലും ഈ ഒരു മയക്കുമരുന്നിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. നമ്മളുടെ ബഹുമാനപ്പെട്ട എക്സൈസ് ഉദ്യോഗസ്ഥർ അവർക്കിന്ന് ഇത് മയക്കുമരുന്ന് പിടിക്കുക എന്നുള്ള മാത്രമല്ല ഉത്തരവാദിത്വം, മയക്കുമരുന്നിലേക്ക് കുട്ടികൾ പോകാതിരിക്കുവാൻ വേണ്ടി ഉള്ള നിരന്തരമായ ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ക്യാമ്പസിലും ഇങ്ങനെ പല പരിപാടികളും നടത്താറുണ്ട്. അട്ടപ്പാടി പോലത്തെ സ്ഥലങ്ങളിൽ ഞങ്ങൾ പല പരിപാടികൾ ഇങ്ങനെ നടത്തുകയുണ്ടായി. അതിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരിട്ട് കാണുന്ന കാര്യമാണ് അവരെത്രത്തോളം നമ്മളുടെ കുട്ടികളെ നന്നായി നല്ല വഴിക്ക് പോകുവാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് കേരളത്തിലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മളെല്ലാവരും അഭിനന്ദിക്കണം. കാരണം നമ്മളുടെ ജീവിതം തെറ്റായ വഴിയെ പോകാതിരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ്. ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ തൂഫാൻ വന്നു, നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് ഒരു ലിമിറ്റുണ്ട്, എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. അതായത് വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സംരക്ഷിക്കുമായിരിക്കും, സ്കൂളുകളിൽ നമ്മളുടെ അധ്യാപകരുണ്ട് നമ്മളെ കൺട്രോൾ ചെയ്യാൻ. പക്ഷേ ഇടയിലുള്ള സ്ഥലങ്ങളിൽ ആണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ലഹരിയാക്കേണ്ടത് അറിവിനെയാണ് ലഹരിയാക്കേണ്ടത്. നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടുന്ന അറിവിനെ കൂടാതെ മറ്റുള്ള നിരന്തരമായിട്ടുള്ള വായനയും നമ്മളൊരു സ്വഭാവമാക്കി മാറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള തെറ്റായ വഴിയിൽ പോകാതെ നമ്മൾ നല്ലൊരു വ്യക്തിയായി തീരാൻ സാധിക്കുന്നത്. നമുക്ക് രണ്ട് കാര്യങ്ങൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള, ഒന്ന് വായനയാണ്, രണ്ട് കളിയാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തെറ്റായ വഴിയെ പോകേണ്ട ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നില്ല അക്കാലത്ത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മൊബൈലിലാണ് ഏറ്റവും കൂടുതൽ സമയം പാഴാക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളികൾക്ക് വലിയ സ്ഥാനമൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥ കൂടെ വന്നിട്ടുണ്ട്. ഈയിടെ ഒരു വാഴ എന്ന് പറഞ്ഞ സിനിമ വന്നിരുന്നു, നിങ്ങളെല്ലാം കണ്ടു കാണും. നല്ലൊരു സന്ദേശം തരുന്ന ഒരു സിനിമയാണ്. അപ്പം
ഇതിൽ ആരാണ് നമ്മളെ സംരക്ഷിക്കേണ്ടത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. നമ്മളെ തന്നെയാണ് സംരക്ഷിക്കേണ്ടത്. നമുക്കൊരു നല്ല ലക്ഷ്യം ഉണ്ടായിരിക്കണം. ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് വേണം നമ്മുടെ ഓരോ ദിവസവും മുന്നോട്ട് പോകേണ്ടത്. അതിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള കുത്സിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതെ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ കുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുട്ടികളെ മാത്രം നന്നാക്കാം എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ബഹുമാനപ്പെട്ട എക്സൈസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്, നമ്മൾ മാതാപിതാക്കളെ കൂടെ നന്നാക്കേണ്ടതുണ്ട്. ഇന്ന് കേരളത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മദ്യം വിളമ്പാത്ത ഒരു പരിപാടിയില്ല. മദ്യം ഇതിൻ്റെ ആദ്യത്തെ ഘട്ടമാണ്. അതിനുശേഷം ആണ് മയക്കുമരുന്ന് വരുന്നത്. കല്യാണം ഉണ്ടെങ്കിൽ കല്യാണത്തിന് തലേ ദിവസം മദ്യമുണ്ട്, ബർത്ത്ഡേ ഉണ്ടെങ്കിൽ മദ്യമുണ്ട്. മദ്യമില്ലാത്ത ഒന്നുമില്ല. അപ്പം മദ്യമാകാവുന്നതാണോ? അപ്പം മദ്യത്തിനൊരു തൂഫാൻ വേണ്ടേ? ഇതും നമ്മൾ ഈ പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും കൂടെ നമ്മൾ തടയേണ്ടത് ആവശ്യമാണ്. കേരളം ഇന്നും മദ്യം ഒഴുകുന്ന ഒരു സ്റ്റേറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനും കുറച്ചൊക്കെ നിയന്ത്രണം വേണ്ടതുണ്ട്. അതുകൊണ്ട് കുട്ടികൾ സ്വയം നന്നാകുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ അതിൽ നിന്ന് തിരുത്തേണ്ടത് ഈ നിങ്ങൾ കുട്ടികളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നല്ല വ്യക്തികളായി തീരുവാൻ വേണ്ടി ഉള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ലോകത്തുണ്ട്. അതെങ്ങനെയാണ് നേടേണ്ടതെന്നുള്ളത് അത് വിദ്യാഭ്യാസത്തിലൂടെയും അതുപോലെ മറ്റുള്ള വായനയിലൂടെയും അറിവുകൾ സമ്പാദിക്കുന്നതിലൂടെയും നമുക്ക് നല്ല വ്യക്തികളായി തീരാൻ സാധിക്കും. താൽക്കാലികമായിട്ടുള്ള സുഖങ്ങളിലേക്ക് പോകാതെ അറിവുന്ന സുഖം, അതിൽ നിന്ന് കിട്ടുന്ന നല്ല ജീവിതം, അതിലേക്ക് നമ്മൾ പോവുകയാണ് വേണ്ടത്. താൽക്കാലികമായ ഒന്നും നമുക്ക് സുഖം തരില്ല എന്ന് സത്യം മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ പരിപാടി നടത്തി ഇവിടെ അവതരിപ്പിച്ച എല്ലാ പ്രവർത്തകർക്കും ജനജീവി അടക്കമുള്ള എല്ലാവർക്കും എൻ്റെ അഭിനന്ദനവും നന്ദിയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ.